പൂമേനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആനവാൽ പിടിച്ചടങ്ങ് ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്നു. ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ബാല്യകാല വിനോദത്തെ സങ്കല്പിച്ചാണ് ചടങ്ങ് നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:30-യോടെയാണ് ചടങ്ങ് നടന്നത്. തൃക്കടവൂർ ശിവരാജു ആണ് ഇത്തവണയും ആനവാൽ പിടിച്ചടങ്ങിന് എത്തിയത്. ക്ഷേത്രത്തിന് മുന്നിലെ മൈതാനത്തായിരുന്നു ചടങ്ങ്. രാവിലെ എഴുന്നള്ളിപ്പും വിളക്കും വിശേഷാൽ നാദസ്വരവും കഴിഞ്ഞാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെ 4 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ശ്രീബലി എഴുന്നള്ളത്ത് നടന്നത്. പൂജകൾക്ക് ശേഷം മറ്റ് 3 ഗജവീരന്മാരെയും മാറ്റിയ ശേഷമാണ് തൃക്കടവൂർ ശിവരാജുവിനെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തേക്ക് എത്തിച്ചത്. പിന്നീട് ആഹാരം നൽകിയ ശേഷം നെറ്റിപ്പട്ടവും മറ്റ് ചമയങ്ങളും ചെങ്ങരകളും അഴിച്ചുമാറ്റി. പൂർണ്ണ സ്വതന്ത്രനായ ശിവരാജു ക്ഷേത്രത്തിന് മുന്നിലേക്കെത്തി. ചുറ്റമ്പലത്തിനുള്ളിൽ നിന്നും ശംഖനാദം മുഴങ്ങിയതോടെ ക്ഷേത്രമൈതാനത്തിലൂടെ പടിഞ്ഞാറേക്കാവ് ലക്ഷ്യമാക്കി ശിവരാജു ഓടി. ശിവരാജുവിന്റെ വാലിൽ പിടിക്കാനായി കാപ്പുകെട്ടി വ്രതമെടുത്ത 6 കരകളെ പ്രതിനിധീകരിക്കുന്ന സുബ്രഹ്മണ്യ ഭക്തർ പിന്നാലെ പാഞ്ഞു. ക്ഷേത്രം മൈതാനത്ത് പ്രത്യേകമായി സജ്ജീകരിച്ചിരുന്ന ബാരിക്കേഡിനുള്ളിലൂടെയാണ് ഗജവീരൻ കാവ് ലക്ഷ്യമാക്കി ഓടിയത്. ഇത്തവണ ആനവാൽ പിടിച്ചടങ്ങിന് പുഷ്പവൃഷ്ടിയും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.